ശ്രീ ജോർജ് ജോസഫ്, CBI മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ SBI രൂപീകരിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ, സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ശ്രമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്കറിയില്ല എങ്കിലും അങ്ങനെ ഒരെണ്ണം CBI മോഡൽ സംസ്ഥാന സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ കേരളത്തില് ഒരു കൊളീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ തമ്മിൽ. അതാണ് അതിന്റെ ഒരു പരിചിത ഫലം എനിക്ക് തോന്നി കേട്ടപ്പോ. അപ്പൊ CBI മോഡലിൽ തന്നെയല്ലേ കേരള ഗവൺമെന്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അതല്ലേ? അതെ, ആ രീതിയിൽ തന്നെയാണ്. അതായത് ഗുരുതര സ്വഭാവമുള്ള കേസുകൾ മാത്രം അന്വേഷിക്കുന്നതിനാണ് ഈ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിക്കുന്നത്. ഇതിൽ തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരെയാകും നിയമിക്കുക. അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇപ്പം ഇത് പാരലായിട്ട് ഇന്ത്യയിൽ ഇപ്പം ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ചില പ്രത്യേക യൂണിറ്റുകൾ ഇപ്പം തന്നെയുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. അതുപോലെ ഒരെണ്ണം സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അതേ ഒരെണ്ണം രൂപീകരിച്ചു കഴിയുമ്പോൾ ഇപ്പം നമുക്ക് കരുവന്നൂർ ബാങ്കിലെ ഇവിടുത്തെ ഹൈക്കോടതിയില് EDയുടെ ചില റെക്കോർഡുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് EDയുടെ ചില റെക്കോർഡുകൾ ക്രൈംബ്രാഞ്ചിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മെയിൻലി ഒരു ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ നടത്തുന്നത്, മർഡർ കേസുകൾ, ലോ ആൻഡ് ഓർഡർ ടീച്ചിങ്. പക്ഷേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈംബ്രാഞ്ചിൽ ഒരു എക്കണോമിക് യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് വിപുലീകരിക്കാനായിരിക്കണം യൂസ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിക്കുന്ന കേസുകളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അന്വേഷിക്കാം. അതിനാണ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എനിക്ക് തോന്നുന്നു. അതെന്തായാലും മറ്റേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റിഗേഷനെ അതിനെ തടയിടാനും പറ്റും. അതേ രീതിയിൽ പാരലായിട്ട് ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലീഗലായിട്ട് നടത്താം. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുണ്ട്. ജോർജ് ജോസഫ്, ഇവിടെ ഉയരുന്ന സ്വാഭാവികമായ ഒരു ചോദ്യം, ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന കേസുകളുടെയൊക്കെ ഒരു പോക്ക് ഏത് തരത്തിലാണ് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഈ CPM പ്രവർത്തകരോ അണികളോ അനുഭാവികളോ നേതാക്കളോ ഒക്കെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമ്പോൾ ആ ഒരു കേസ് ഏത് തരത്തിലാണ് പോകുന്നത് നമുക്കറിയാം. വളരെ ഗുരുതര സ്വഭാവമുള്ള കേസുകളാണെന്ന് പറയുമ്പോഴും അതേ സ്വഭാവം തന്നെയല്ലേ ഈ ഒരു SBI കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുക? അത്തരത്തിലുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നമ്മള് സെൻട്രലിലെ CBI മോഡലില് അന്വേഷിക്കുന്നതെല്ലാം നമുക്കറിയാം ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് മർഡർ കേസുകൾ, ചീറ്റിങ്, അങ്ങനെയുള്ള കേസ് ഒരു ക്രിമിനൽ സ്വഭാവത്തിന്റെ ആണ് CBIയിൽ ആ കേസ് അന്വേഷിക്കുന്നത്. അതേസമയം എക്കണോമിക് കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇപ്പം ഫ്രോഡ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ED ഉണ്ട്. അതുപോലെ ടെററിസ്റ്റ് അങ്ങനെയുള്ള ആംഗിളിൽ നമുക്കറിയാം അതിന് പ്രത്യേക യൂണിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ സ്റ്റേറ്റിൽ ഇപ്പം നമുക്ക് വിജിലൻസിന്റെ ആംഗിളിൽ അന്വേഷിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് കീഴിൽ VACB, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉണ്ട്. CBCID, ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ക്രൈംബ്രാഞ്ച് ലോ ആൻഡ് ഓർഡർ ഉണ്ട്. പക്ഷെ ഫൈനാൻഷ്യല് സെൻട്രൽ ഗവൺമെന്റിന്റെ പോലെ ഒരു ഏജൻസി സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങാനുള്ള ഒരു നീക്കം തന്നെയാണത്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷനിൽ ക്ലാഷ് ഉണ്ടാവും. അതേസമയത്ത് ആദ്യം പോയി എടുക്കുന്നവർക്ക് ചില റെക്കോർഡുകൾ മറ്റുള്ളവർക്ക് കിട്ടില്ല, സെൻട്രൽ ഏജൻസിക്ക് കിട്ടൂല. അല്ലെ സെൻട്രൽ ഏജൻസി എടുക്കാൻ പോകുന്ന റെക്കോർഡുകൾ നേരത്തെ ഇവിടെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കാം. അപ്പൊ അതിനൊക്കെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കൈകടത്തുന്നുള്ള ഒരു ആക്ഷേപം ഇതിനകത്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പം അത് ദുര്യാപകമായ ഫലം ഉളവാക്കും. അത് തീർച്ചയായിട്ടും ആ ഒരു നീക്കം എല്ലാ ഏജൻസികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബാധിക്കും. പക്ഷേ അതിനകത്ത് നീതി നടപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നീതി കിട്ടേണ്ടവർക്ക് നീതി ലഭിക്കില്ല. ഈ കേസിന്റെ പ്രൊലോങ്ങേഷൻ ഇങ്ങനെ ദീർഘനാൾ കേസ് അന്വേഷിക്കാനുള്ള ഒരു അവസ്ഥ രണ്ടു കൂട്ടർക്കും വരും. അതുകൊണ്ട് നീതി ലഭിക്കാനുള്ള സാധ്യത പൊതുജനങ്ങൾക്ക് കുറയുന്നു എന്നതാണ് ഇതിന് മനസ്സിലാവുന്നത്.